ഹായ് ഓൾ ഡാലി കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ ടോപ്പ് വരുന്നത്. നമുക്ക് എവർഗ്രീൻ ആയിട്ട് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് വെയർ ചെയ്യാനും പോകുന്ന ഒരു പാറ്റേണും ആണ്. എപ്പോഴും ഒരു ഡിസൈൻ അല്ലെങ്കിൽ അത് അതിന്റെ ഡിസൈൻ ഇത് കുറഞ്ഞു പോവാതെ എപ്പോഴും നിൽക്കുന്ന ഒരു പാറ്റേൺ വർക്കുമാണ് കേട്ടോ ഇതിലേക്ക് വരുന്നത്. ബാറ്റിക് പ്രിന്റുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു പിങ്ക് കളറിന്റെ കോമ്പിനേഷനിലേക്ക് വരുന്നത്. ഈ സെയിം പ്രിന്റുകൾ തന്നെയാണ് ബാക്ക് സൈഡിലേക്കും പോകുന്നത്. സെയിം തന്നെയാണ് ഫ്രണ്ട് ബാക്കും വരുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് വരുന്നത് 14.9 ആണ് ലെങ്ത് വരുന്നത്. നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. ഷോൾ വരുമ്പോൾ കോൺട്രാസ്റ്റ് ബേസിലേക്കാണ് ഷോൾ വരുന്നത്. ഷോളിന്റെ സെന്റർ പോർഷനിലേക്ക് നല്ലൊരു ഡാർക്ക് ഗ്രേ കളർ വരുന്നു. അതിലേക്കും സ്കാറ്റേഡ് ആയിട്ട് ബാറ്റിക് പ്രിന്റുകൾ പോകുന്നുണ്ട്. സൈഡിലേക്ക് ബോർഡറും വരുന്നുണ്ട്. ഷോളിന്റെ രണ്ട് ദാമൻ ഏരിയയിലേക്ക് ഇതുപോലെ ടോപ്പിന്റെ ആ ഒരു കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഹെവി ആയിട്ട് ആ ഒരു പ്രിന്റുകൾ പോകുന്നു. വിത്ത് ടാസിലോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഷോളിന് നല്ല ലെങ്ത് വരുന്നത് 2.5 മീറ്റർ ഷോൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ്. ഒരു ഗ്രേ കളറിൽ ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇത്രയും വിട്ടും ലെങ്തും ഇതിനും വരുന്നുണ്ട്. നമ്മൾ ടോപ്പിന്റെ എൻഡിലേക്ക് ഇതുപോലെ ബോട്ടത്തിന്റെ എൻഡിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പാർട്ടി പ്രിന്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡിലേക്കും രണ്ട് ലെഗിലും കിട്ടാൻ പാകത്തിന് ആ ഒരു പ്രിന്റുകൾ ഇതിലേക്കും വരുന്നുണ്ട്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 849 ആണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറിലേക്കാണ് വരുന്നത്. ഗ്രേ കളർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാത്തിലേക്കും ഒരു ഡബിൾ ഷെയ്ഡ് പോകുന്നുണ്ട് കേട്ടോ. രണ്ട് ത്രെഡിന്റെ വീവിങ് ഇതിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കറക്റ്റ് കളർ ചില കളർ നമുക്ക് കിട്ടത്തില്ല. നല്ലൊരു ഗ്രേ കളർ വരുന്നു. ഇങ്ങനെ ബാക്ക് സൈഡ് തന്നെ രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയല്ലേ, എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം തന്നെ ഷോളിന്റെ എൻഡിലേക്ക് ഇതുപോലെ ആ ടോപ്പിന്റെ കളർ ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ബോട്ടം വരുന്നതും ആ ഒരു ഷോളിന്റെ സെന്റർ പോർഷനിൽ വരുന്ന ആ ഒരു സെയിം കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഇതിലേക്ക് തന്നെയാണ് ബോട്ടവും വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. എല്ലാം സെയിം തന്നെയാണ്, കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്രിക്ക് ലൈറ്റ് ആയിട്ടൊരു ഓറഞ്ചും കൊണ്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. സെയിം തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നു. ഷോൾ വരുന്നത് ഇത് ഇങ്ങനെയാണ്. ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ്, ഒരു ഗ്രേ ആൻഡ് ഒലിവ് ഗ്രീൻ കളറാണ് അതിന്റെ കോമ്പിനേഷൻ. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഷോൾ എൻഡിലേക്ക് ഇതുപോലെ തന്നെ ടോപ്പിന്റെ ആ ഒരു കളർ ഷെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് തന്നെ ഇങ്ങനെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ്. ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ആ ഒരു ടോപ്പിന്റെ ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. പ്രിന്റുകളുടെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഷോളിലേക്ക് ഇതുപോലെ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ. ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാം സെയിം തന്നെയാണ്, കളർ കോമ്പിനേഷൻ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ ബോട്ടം വരുന്നു ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു വൈൻ ആൻഡ് ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ ആണ്. നല്ലൊരു വൈൻ ഷെയ്ഡിലേക്കാണ് ആ ഒരു ടോപ്പിന്റെ ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലെ നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിൽ എന്ന് പറയാം. ഇങ്ങനെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഒരു ബോർഡർ വരുന്നുണ്ട്, സ്കാറ്റേഡ് ആയിട്ടും പാർട്ടി പ്രിന്റുകൾ പോകുന്നുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെ ഇതുപോലെ. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടോപ്പിന്റെ ഒരു കളർ ഷെയ്ഡ് ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ ഷെയ്ഡും. ഷോളിലേക്ക് ആ രണ്ട് കളറും വരുന്നുണ്ട്. ഇങ്ങനെ ബോട്ടം വരുന്നതും ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ ബോഡിയിലേക്ക് ആ ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ ഷെയ്ഡ് വരുന്നു. ഷോളിലേക്ക് ആ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് റിവേഴ്സ് കോമ്പിനേഷൻ എന്ന് പറയാം നമുക്ക്. നല്ല ഭംഗിയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിലേക്ക് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം ആ ഒരു ഇങ്ങനെ എല്ലാത്തിലേക്കും പ്രിന്റുകൾ വരുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പ് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡിലേക്കാണ് കേട്ടോ. പ്രിന്റുകളെല്ലാം സെയിം തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നു. കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് കളർ ഷെയ്ഡിലേക്കാണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നതും ഈ ഒരു കളറിലേക്ക്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ടോപ്പിലേക്ക് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. അതുപോലെ തന്നെ ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ ഷെയ്ഡാണ് ഷോളിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ബോട്ടം ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ടോപ്പിലേക്ക് ഒരു നല്ലൊരു വൈൻ ഷെയ്ഡാട്ടോ വരുന്നത്. രണ്ട് സൈഡും സെയിം തന്നെ. ആ ഒരു പ്രിന്റിന്റെ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഷോളിന്റെ സൈഡിലേക്ക് ഇതുപോലെ എൻഡിലേക്ക് ഇതുപോലെ ആ ഒരു ടോപ്പിന്റെ കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ഹെവി ആയിട്ട് പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് തന്നെ ബോട്ടവും വരുന്നു ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. പ്രിന്റുകൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പ്രിന്റുകൾ വരുന്നത്. രണ്ട് സൈഡിലേക്കും സെയിം തന്നെ വരുന്നു. ഇങ്ങനെ ഒലിവ് ഗ്രീൻ കളർ ഷെയ്ഡാണ് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ ഇതിലേക്കും പോകുന്നുണ്ട്. എൻഡിലേക്ക് ആ ഒരു സെയിം ടോപ്പിന്റെ പ്രിന്റും ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ തന്നെ ഇതുപോലെ. പ്രൈസ് സെയിം ആണ്. അടുത്ത് നോക്കാം.
നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ. നല്ല ടോപ്പ് പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ അതിലേക്കും വരുന്നുണ്ട്. സെയിം തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതിലേക്ക് എൻഡിലേക്ക് ഷോളിൻ്റെ എൻഡിലേക്ക് ടോപ്പിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ ഒക്കെ വരുന്ന ഷോളാണ് കേട്ടോ വരുന്നത്. ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെയാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ പ്രിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 849. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.